ഗൈസ്, അങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞു, പേപ്പേഴ്സ് കിട്ടി, പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്ര അടിപൊളിയായിട്ടുള്ള മാർക്കൊന്നും ഇല്ല, എന്നാലും ഞാൻ എനിക്ക് കിട്ടിയത് കാണിക്കാം. പിന്നെ മലയാളം എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, സോ അതിൻ്റെ മാർക്ക് ഇതിലില്ല. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെയൊക്കെ മാർക്ക് എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സിൽ എനിക്ക് 60-ൽ 26.5 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ മാത്സ് എക്സാം ഈ പ്രാവശ്യം ഭയങ്കര ടഫായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര മാർക്ക് കുറഞ്ഞത്. അപ്പോൾ എന്തായാലും പിന്നെ NCERT മിസ്ലീനിയസ് ഒന്നും ഞാൻ അധികമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കിട്ടാമായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെയാണ് എൻ്റെ മാർക്കുള്ളത്. അപ്പോൾ ഇതാണ് മാത്സ്. പിന്നെ കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. നന്നായിട്ട് പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ റിവിഷൻ ചെയ്തിട്ടില്ല, അതൊരു മെയിൻ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഓർഗാനിക്കിലെ ഒരു 1.5 ചാപ്റ്റർ എങ്ങാണ്ട് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ടാണ് ഇത്ര മാർക്ക് കുറഞ്ഞത്. ഇപ്പോൾ 30 മാർക്കാണ് കിട്ടിയിട്ടുള്ളത് 60-ൽ. പിന്നെ ഇപ്പോൾ സോളജിയിൽ 30-ൽ 19 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഇതിലും എനിക്ക് റിവിഷൻ്റെ പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ശരിക്കും റിവിഷൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ ഇവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാർക്സ് പോയിട്ടുള്ളത്. പിന്നെ ഫിസിക്സിൽ നല്ല മാർക്കുണ്ട്, 84.5 മാർക്കുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആട്ടെ, ഇത് നല്ല മാർക്കാണ്. ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പോയത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോട്ടണിയിലും നല്ല മാർക്കുണ്ട്, 26.5 മാർക്കാണുള്ളത് 30-ൽ. അപ്പോൾ അവിടെ ആയിട്ട് 1/2 മാർക്ക് 1 മാർക്കൊക്കെ പോയിട്ടാണ് അങ്ങനെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇംഗ്ലീഷിന് നോക്കുകയാണെങ്കിൽ 80-ൽ 60 എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സാധാരണ എനിക്ക് ഇത്ര കുറയാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്താ സംഭവിച്ചാൽ ഞാൻ 8 മാർക്കിൻ്റെത് സാധാരണ ഒരു 1.5 പേജ് 2 പേജ് എഴുതും മാക്സിമം, അത്രയൊക്കെ എഴുതലുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ 8 മാർക്കിൻ്റെ നമ്മുടെ പോയിൻ്റ് കമ്പാരിസൺ 1 പേജ് 2 പേജ് 3 പേജ് പിന്നെ അതുകൂടാതെ ഇവിടെയും കൂടെ എഴുതി. അപ്പോൾ ഇത് ഇത്രയും എഴുതിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും ഞാൻ വിചാരിച്ചു അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ എഴുതിയതാണ്. പക്ഷെ അത് കാരണം എനിക്ക് 6 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻ വീതം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ചിലതൊക്കെ തെറ്റിപ്പോയി, ചിലതൊന്നും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് അത്രയും മാർക്സ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 60 മാർക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക.